ജനത റീഡിംഗ് റൂം ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനവും ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനവും നടന്നു. വായനശാല പ്രസിഡന്റ് KM കുരുവിളയുടെ അധ്യക്ഷതയിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും വായനശാല മുൻ ഭാരവാഹികളുടെ ഛായാചിത്ര അനാച്ഛാദനവും ചടങ്ങിൽ നടന്നു. ഓണക്കൂർ ജനത റീഡിംഗ് റൂം ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനവും ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനവും പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു. എന്റെ കുട്ടി മടങ്ങുന്ന ഒരു കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വായിച്ചു കിട്ടുന്ന അറിവുകൾ നമുക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ കുട്ടികളെല്ലാം ഫോണിലൂടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിലൂടെ മാത്രം നോക്കി അതിന് മറുപടി പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കൾ വായിച്ചു വളരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒത്തിരി അറിവുകൾ നമ്മൾ അവരിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈലിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. അടുത്തുള്ള ഒരു വീടുമായിട്ടൊരു സമ്പർക്കമില്ല, വായനശാലകളിൽ പോകുന്നില്ല, പുസ്തകങ്ങൾ എടുക്കുന്നില്ല, വായിക്കുന്നില്ല. ആ വായനയുടെ കുറവ് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾ അതിലൊക്കെ മറികടന്നുകൊണ്ട് ഇതുപോലുള്ള ജനത റീഡിംഗ് റൂമുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ മാതാപിതാക്കൾ അവരെ പറഞ്ഞയച്ച് പുസ്തകങ്ങൾ എടുത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് നമ്മുടെ സമൂഹത്തിന് മാതൃകയായി തക്കവണ്ണം പ്രവർത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. വായനശാല പ്രസിഡന്റ് KM കുരുവിള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആലിസ് വർഗീസ്, വായനശാലയുടെ മുൻ പ്രസിഡന്റുമാരായ TS പൗലോസ് വാളനടിയിൽ, ഓണക്കൂർ രാധാകൃഷ്ണൻ, മുൻ സെക്രട്ടറി മാധവൻ കുടിലിൽ എന്നിവരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. വായനശാലയുടെ സംഘാടകരോട് ഇങ്ങനെ ആദരവ് എനിക്ക് തന്നതിന് അങ്ങേയറ്റത്തെ നന്ദി ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. എങ്കിലും എനിക്ക് ഈ A+ നേടിയ കുട്ടികൾക്ക് കൊടുത്തതുപോലെ ഒരു ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ ഒരു ഷീൽഡോ അല്ലെങ്കിൽ മെഡിസിൻ തരിക ഇതിനുള്ള നല്ല ആദരവ് ഞാൻ കരുതുവാണ്. അതൊരു സങ്കടം കൊണ്ടാണല്ലോ. സാധാരണഗതി ഈ പൊന്നാടി അണിയിക്കുന്നത് ജീവിതത്തിന് ഒരുപാട് വലിയ പ്രവർത്തനങ്ങളെല്ലാം നടത്തി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വായനശാല സെക്രട്ടറി KM വർഗീസ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷി സ്കറിയ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി CT ഉലഹന്നാൻ, കൗൺസിൽ മെമ്പർ KP രതീശൻ, വായനശാല എക്സിക്യൂട്ടീവ് അംഗം സിബി രാജീവ്, ജോയിന്റ് സെക്രട്ടറി KP ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. അതായത് വാൾനടിയിലാണ് അന്ന് പണിക്കർ വന്ന് താമസിച്ചൊക്കെ ചരിത്രം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൻ്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് സഹകരിക്കുന്ന ഈ പള്ളിയുടെ കെട്ടിടത്തിൽ, കുരിശുപള്ളിയുടെ ചേർന്നുള്ള ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അതിലെ ഒരു മുറി, വലിയ മുറി വായനശാലയ്ക്ക് വേണ്ടി തന്നു. അതിലാണ് ആദ്യമായിട്ട് ഇവിടെ വായനശാല പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് വാൾനടിയിൽ കുഞ്ഞാട്ടിൻ്റെ പറമ്പിൽ നിന്ന് ഒരു പ്ലാവ് വെട്ടി അറപ്പിച്ചാണ് ഇവിടെ ഒരു അലമാരി ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ കാലം പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ളത് വാൾനടി TS പൗലോസാണ്. നമ്മുടെ വായനശാലയ്ക്ക് വേണ്ടിയിട്ട് ആ ബിൽഡിംഗ് പണിയാൻ കോൺട്രാക്ടർ അല്പം താമസിച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിക്കുകയും ഞങ്ങൾ എടുക്കാൻ ആദ്യത്തെ എൻട്രി ചെയ്തപ്പോൾ എടുക്കാൻ ആളില്ലായിരുന്നു. ഞാനും ഗോപാലൻ 2-3 പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്തൊരു കോൺട്രാക്ടർ കൊണ്ട് എടുപ്പിച്ച് നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് വേണ്ട, അത് ഞങ്ങൾ പറഞ്ഞ് തന്നെ എടുപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നമുക്കൊരു കോൺട്രാക്ടർ തന്നു. അദ്ദേഹം നല്ല രീതിയിൽ അവർക്ക് പൂർത്തീകരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പല കാര്യങ്ങളും ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച വ്യക്തിയാണ് സ്മിത എൽദോസ്. നമുക്കറിയാം, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് സെക്രട്ടറി ആയിരുന്ന ആൾ ഇവിടെയുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരങ്ങളും പണവും ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് അതുപോലെ തന്നെ പ്രാദേശിക വികസന ഫണ്ടുകൾ MLA-മാർക്കും MP-മാർക്കും കിട്ടിത്തുടങ്ങിയതിന് ശേഷമാണ് ഗ്രന്ഥശാലകളുടെ പഠനത്തിൻ്റെയും പുറംമോടി മാറിയത്. അകമോടിയല്ല, പുറമേ കാണുന്ന രൂപവും കെട്ടിടവും സൗകര്യങ്ങളും വർദ്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,